ഹലോ ഹായ്, ഞാൻ ബിബിൻ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ് 20K ട്രേഡിംഗ് ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു സീരീസ് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് 12 ആണ് ഇന്ന് ഡേറ്റ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. റൂൾ ബേസ്ഡ് സിസ്റ്റമാണ്. നല്ല പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പ് കിട്ടിയാൽ മാത്രം, എത്ര സെറ്റപ്പ് കിട്ടിയാലും മാക്സിമം 2 എൻട്രിയാണ്. അതിൽ SL എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 20 പോയിൻറ്റ് പ്രീമിയം, നിഫ്റ്റി ആണെങ്കിൽ 15 പോയിൻറ്റ് പ്രീമിയത്തിൽ SL. 1:2 ആണ് മിനിമം പ്രോഫിറ്റ്. അതിന് മുകളിൽ നമുക്ക് ട്രെയിൽ ചെയ്യാം, കോസ്റ്റ് വെക്കാം, എന്തും ചെയ്യാം. പക്ഷേ മിനിമം 1:2 എത്താതെ മാർക്കറ്റ് വീണ്ടും നമുക്ക് ഓപ്പോസിറ്റ് പോകുകയാണെങ്കിൽ നമ്മൾ SL കൊടുക്കാനുള്ളതാണ്. അതിൽ പിന്നെ അവിടെ കോസ്റ്റ് എന്നൊരു പരിപാടി നമുക്കില്ല. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ നോക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റിൽ റെക്കോർഡ് ചെയ്ത വിഷ്വൽസും അതുപോലെ തന്നെ എൻ്റെ സെറ്റപ്പിനെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ എൻ്റെ സെറ്റപ്പ് പ്രകാരം ഫ്ലാഗ് സോൺ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ തന്നെ അങ്ങനെ പേര് കൊടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കുക അതിന്. അത് സപ്ലൈ സോൺ, ഡിമാൻഡ് സോണാണ് ബേസിക്കലി. അതിലെത്തുമ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നോക്കിയാണ് നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ അത് പ്രകാരം ഇന്നത്തെ ലെവൽസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് മാർക്കറ്റ് എങ്ങനെ ആ ലെവൽസിനെ സോൺസിനെ റെസ്പെക്ട് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നാളത്തേക്കുള്ള സോൺസിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾ വരയ്ക്കേണ്ട ലെവൽസ് ഞാൻ ഇന്ന് ഈ വീഡിയോ അവസാനം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റ് ആ പർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഡേ ബൈ ഡേ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാനെങ്കിലും പറ്റും റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചില എൻട്രി എടുക്കും, ചിലത് അവോയ്ഡ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ എൻട്രി എടുക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമുള്ള വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ 4 സോൺസ് ഉണ്ടാവും. ടോപ്പിൽ റെഡ്, നടുക്ക് 2 ഇച്ചിരി ഷാഡോ കളറുള്ള സോൺസ്, താഴെ ഗ്രീന്. ഈ 4 സോണും സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണാണ്. അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ആ സെൻറ്ററിലെ 2 സോൺ ഇടയ്ക്കാണ്. അപ്പോൾ ആ സെൻറ്ററിലുള്ള 2 സോണിൽ ടോപ്പിലുള്ളത് റെസിസ്റ്റൻസും താഴെയുള്ള സപ്പോർട്ടും ആയിരിക്കും. മോഡിലെത്തുമ്പോൾ നമ്മൾ മോഡിലെ സോണിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതുപോലെ ലോവർ ടൈം ഫ്രെയിം ആക്കും. ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ക്യാരക്ടർ ഓഫ് ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും, പി സൈഡിലേക്ക് എൻട്രി എടുക്കും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ സോൺ ഏകദേശം 100 പോയിൻ്റ് ഉണ്ട്. അതായത് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എൻട്രിയാണ്. ക്യാരക്ടർ ഓഫ് ചേഞ്ച് കിട്ടിയതിന് ശേഷം, അതായത് ടോപ്പിലെ സോൺ എപ്പോഴും ഞാൻ പറഞ്ഞു സപ്ലൈ സോണാണ്. അവിടെ നമ്മൾ നോക്കുന്നത് പുട്ട് സൈഡ് പി എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലുള്ളൊരു എൻട്രി, ഇത് 1:2 ആണ്. ഇതാണ് ഞാൻ രാവിലെ എടുത്ത എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ച്വൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:5 ആണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ താഴത്തെ സോണിൻ്റെ ടോപ്പ് വരെ നമുക്ക് എടുക്കാം. പക്ഷേ ഇന്നൊരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് പ്രീമിയം മെൽറ്റായി പോകുന്നുണ്ട്. നമ്മൾ 1:2 എടുത്തു. നമ്മുടെ പ്രോഫിറ്റ് 960 നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 103 90 131 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സെക്കൻഡ് എൻട്രി നിങ്ങൾ കണ്ടോ, ആ ഒരു സോണിൻ്റെ ബോട്ടം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോട്ടത്തിലാകുമ്പോൾ അത് സപ്പോർട്ട് ആക്ട് ചെയ്യും. സി സൈഡിലുള്ള എൻട്രി എടുക്കാം. പക്ഷേ ഞാൻ ആ സി സൈഡ് എൻട്രി എടുത്തിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നതാണ് അവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടില്ല. കണ്ടോ, ഈ ഫസ്റ്റ് എൻട്രിയിൽ നമ്മളുടെ ടോപ്പ് സോൺ, അതായത് റെസിസ്റ്റൻസ് സോണിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോമിന് ശേഷമാണ് നമ്മൾ ആ എൻട്രി എടുത്തത്. ഓക്കെ, ബട്ട് സെക്കൻഡ് എൻട്രി എങ്ങനെയാണ് വന്ന് നമ്മുടെ ആ ഒരു സോൺ ടച്ച് ചെയ്ത് ഉടനെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. നല്ലോണം റിയാക്ട് ചെയ്തു. മാർക്കറ്റ് നല്ലോണം മുകളിലേക്ക് പമ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ എൻട്രി എടുക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് നാളത്തേക്കുള്ള ലെവൽസാണ്. ഓക്കെ, നാളത്തേക്കുള്ള സോൺസ് 4 സോൺസ് ഉണ്ട്. ഈ ഏത് സോണിനെ ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നത് റെഡ് സോണിന് ഉള്ള 2 പോയിൻറ്റ്, നമ്മൾ സോൺ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, 2 പോയിൻറ്റ് 2 ലെവലിനെ ചേർത്താണ് നമ്മൾ സോൺ വരയ്ക്കുന്നത്. അപ്പോൾ 25,658 എന്നുള്ളത് നാളത്തേക്കുള്ള ഏറ്റവും ടോപ്പിലുള്ള റെഡ് സോണിൻ്റെ ടോപ്പിലെ പോയിൻറ്റും 25,553 പറയുന്നത് ആ സോണിൻ്റെ ബോട്ടവുമാണ്. ഈ 2 പോയിൻറ്റ് ചേർത്താണ് നിങ്ങൾ ആദ്യത്തെ സോൺ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 സോൺസ് നിങ്ങൾ ഇതുപോലെ ഡ്രോ ചെയ്യുക. 25,352, 25,922 കണക്ട് ചെയ്ത് ഒരു സോൺ വരയ്ക്കുക, വൈറ്റ് കളറിലെ സോൺ. അതുപോലെ 25,71 25,20 ചേർത്ത് ഒരു സോൺ വരയ്ക്കുക. ശേഷം 24,818 24,715 ചേർത്ത് ഏറ്റവും അവസാനത്തെ സോണും വരയ്ക്കുക. ശേഷം നിങ്ങൾ വാച്ച് ചെയ്യുക ഇൻ ബിറ്റ്വീൻ ഏത് സോൺ ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം കാണുന്ന റെഡ് സോണിനും വൈറ്റ് സോണിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ താഴത്തെ വൈറ്റ് സോണിനെ സപ്പോർട്ടായിട്ടും
റെഡ് സോണിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് വേണം നമ്മൾ എൻട്രി എടുക്കാൻ. റെസിസ്റ്റൻസിൽ നിന്ന് എപ്പോഴും പി സൈഡ് എൻട്രിയും ആയിരിക്കും, സപ്പോർട്ടിന് എടുക്കുന്നത് സി സൈഡ് എൻട്രിയും ആയിരിക്കും. മനസ്സിലായല്ലേ? നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഞാൻ ഡ്രോ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻ ബിറ്റ്വീൻ ആ നടുക്കുള്ള 2 വൈറ്റ് സോണിൽ നോക്കിയിട്ട് ഇതുപോലെ ആ വൈറ്റ് സോണിൽ ടച്ച് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള എൻട്രി. ഇതുപോലെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ റെഡ് സോണിൽ വെച്ചൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്കുള്ള എൻട്രി. അതല്ല, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആ ഒരു റെഡ് സോണിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്താൽ താഴേക്ക് പി എൻട്രി. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ലെവൽസ് മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിന് ആയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2225 രൂപ മാത്രമാണ്. അത് സ്ട്രൈക്ക് പ്രൈസ് 93 ആയിരുന്നു, 1 ലോട്ട് 25 എണ്ണം. അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 950, എബോവ് 40% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.